സംഖ്യാപുസ്തകം അധ്യായം 26. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുപ്പിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും പുരോഹിതനായ എലയാസറും യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ വെച്ച് അവരോട്, യഹോവ മോശയോടും മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സു മുതൽ മേലോട്ടുള്ളവരുടെ തുകയെടുപ്പിൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ആദ്യജാതൻ രൂബേൻ, രൂബേന്റെ പുത്രന്മാർ ഹാനോക്കിൽ നിന്ന് ഹാനോക്യ കുടുംബം, പല്ലുവിൽ നിന്ന് പല്ലൂവ്യ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബാംഗങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലുവിന്റെ പുത്രന്മാർ എലിയാബ്, എലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാദാൻ, അബീരാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിന്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹ്റോനും വിരോധമായി കലഹിച്ച സംഘസദസ്യന്മാരായ ദാദാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായി തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമയോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ നെമുവേലിൽ നിന്ന് നെമുവേല്യ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാക്കീനിൽ നിന്ന് യാക്കീന്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം, ഷാവൂലിൽ നിന്ന് ഷാവൂല്യ കുടുംബം. ശിമയോന്റെ കുടുംബങ്ങളായ ഇവർ 22,200 പേർ. ഗാദിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സെഫോനിൽ നിന്ന് സെഫോന്യ കുടുംബം, ഹഗ്ഗിയിൽ നിന്ന് ഹഗ്ഗിയ കുടുംബം, ശൂനിൽ നിന്ന് ശൂനിയ കുടുംബം, ഒസ്നിയിൽ നിന്ന് ഒസ്നിയ കുടുംബം, ഏരിയിൽ നിന്ന് ഏരിയ കുടുംബം, ആരോദിൽ നിന്ന് ആരോധ്യ കുടുംബം, അരേലിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബങ്ങളായി ഇവർ 40,500 പേർ. യഹൂദയുടെ പുത്രന്മാർ ഏരും ഓനോനുമായിരുന്നു. ഏരും ഓനോനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. യഹൂദായുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ശേലായിൽ നിന്ന് ശേലാന്യ കുടുംബം, ഫേരസിൽ നിന്ന് ഫേരസി കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം. ഫേരസിന്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. ഇവരിൽ എണ്ണപ്പെട്ടവരായി യഹൂദ്യ കുടുംബങ്ങളായ ഇവർ 76,500 പേർ. ഇസഖാരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ തോലാവിൽ നിന്ന് തോലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ഷിമോനിൽ നിന്ന് ഷിമോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഇസഖാർ കുടുംബങ്ങളായ അവർ 64,300 പേർ. സെബുലൂന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സേരേദിൽ നിന്ന് സേരേദ്യ കുടുംബം, ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം, യഹ്ലേലിൽ നിന്ന് യഹ്ലേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെലൂന്യ കുടുംബങ്ങളായ ഇവർ 62,500 പേർ. യോസഫിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ മനശ്ശെയും എഫ്രയീമും. മനശ്ശെയുടെ പുത്രന്മാർ മാക്കീരിൽ നിന്ന് മാക്കീര്യ കുടുംബം. മാക്കീർ ഗിലെയാദിനെ ജനിപ്പിച്ചു. ഗിലെയാദിൽ നിന്ന് ഗിലെയാദി കുടുംബം. ഗിലെയാദിന്റെ പുത്രന്മാർ ആരെന്നാൽ ഇയസേരിൽ നിന്ന് ഇയസേര്യ കുടുംബം, ഹെലേക്കിൽ നിന്ന് ഹെലേക്യ കുടുംബം, അസ്രിയേലിൽ നിന്ന് അസ്രിയേല്യ കുടുംബം, ഷേഖേമിൽ നിന്ന് ഷേഖേമേന്യ കുടുംബം, ഷെമീദാവിൽ നിന്ന് ഷെമീദാവ്യ കുടുംബം, ഹെഫേരിൽ നിന്ന് ഹെഫേര്യ കുടുംബം. ഹെഫേരിന്റെ മകനായ സെലോഫഹാദിന് പുത്രിമാർ അല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. സെലോഫഹാദിന്റെ പുത്രന്മാർ മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്ശെ കുടുംബങ്ങളായ ഇവർ 52,700 പേർ. എഫ്രൈമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ശുദ്ധേലഹിമിൽ നിന്ന് ശുദ്ധേലഹ്യ കുടുംബം, ബെക്കേരിൽ നിന്ന് ബെക്കേര്യ കുടുംബം, തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂഥേലഹിന്റെ പുത്രന്മാർ ആരെന്നാൽ ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി
എഫ്രൈയ കുടുംബങ്ങളായ ഇവർ 32,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസെഫിന്റെ പുത്രന്മാർ. ബെന്യാമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, പെലയിൽ നിന്ന് ബെലേവ്യ കുടുംബം, അസ്ബേലിൽ നിന്ന് അസ്ബേല കുടുംബം, അഹീരാബിൽ നിന്ന് അഹീരാബി കുടുംബം, ഷെഫൂലിൽ നിന്ന് ഷെഫൂല്യാമ കുടുംബം, ഹൂഫാമിൽ നിന്ന് ഹൂഫാമെ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർദും നാമാനുമായിരുന്നു. അർദിയിൽ നിന്ന് അർദ്യ കുടുംബം, നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമീന്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഷൂഹാമിൽ നിന്ന് ഷൂഹാമെ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബങ്ങളാകുന്നു. ഷൂഹാമെ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവർ എല്ലാം കൂടി 64,400 പേർ. ആശേരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഇമ്നയിൽ നിന്ന് ഇമ്നീയ കുടുംബം, ഇഷിയിൽ നിന്ന് ഇഷിയ കുടുംബം, ബെരിയാവിൽ നിന്ന് ബെരിയാവ്യ കുടുംബം. ബെരിയാവിന്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ, ഹെബേരിൽ നിന്ന് ഹേബേര്യ കുടുംബം, മൽക്കിയയിൽ നിന്ന് മൽക്കിയയിലെ കുടുംബം. ആശേരിന്റെ പുത്രിക്ക് സാറ എന്നു പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, യഹ്സേലിൽ നിന്ന് യഹ്സേലെ കുടുംബം, ഗൂനിൽ നിന്ന് ഗൂന്യ കുടുംബം, യസേരിൽ നിന്ന് യസേര്യ കുടുംബം, ഷില്ലേമിൽ നിന്ന് ഷില്ലേമി കുടുംബം. ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബാംഗങ്ങളാകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രായേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 6,07,730 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇവർക്ക് ആളെണ്ണത്തിന് ഒത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. ആളേറെയുള്ളവർക്ക് അവകാശമേറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുത്തന് അവനവന്റെ ആളെണ്ണത്തിനൊത്തവണ്ണം അവകാശം കൊടുക്കണം. ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിന്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. ആൾ ഏറെയുള്ളവർക്കും കുറെയുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഗർശോനിൽ നിന്ന് ഗർശോന്യ കുടുംബം, കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം, മെരാരിയിൽ നിന്ന് മെരാര്യ കുടുംബം. ലേവ്യ കുടുംബങ്ങൾ ആവിത്: ലിബ്നിയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ലിയ കുടുംബം, മൂശ്യ കുടുംബം, കോരഹ്യ കുടുംബം. കെഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിന്റെ ഭാര്യയ്ക്ക് യോക്കെബേത്ത് എന്ന പേർ. അവൾ മിസ്രൈം ദേശത്ത് വെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിര്യാമിനെയും പ്രസവിച്ചു. അഹനോന്, നാദാബ്, അബീഹു, എലയാസർ, ഈതാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബീഹുവും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ച് മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങളാകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായകൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹ്റോൻ പുരോഹിതനും സീനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകുമെന്ന് യഹോവ അവരെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല.